എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലായ റൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് 4 മണിക്ക് കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ബജ്ജിയുമായിട്ടാണ്. ഈ ബജ്ജി 2 ടൈപ്പിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് സവോളയാണ്, അതേപോലെ മറ്റൊന്ന് ഉരുളൻകിഴങ്ങാണ്. അപ്പം ഇത് രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് ഈ ബജ്ജി തയ്യാറാക്കുന്നതും വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നും പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ, ഈ റൗസ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ബജ്ജി തയ്യാറാക്കാനായിട്ട് നമ്മൾ 3 സവാളയും 3 ഉരുളൻകിഴങ്ങുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബജ്ജിയുടെ ഉരുളൻകിഴങ്ങ് സവാളയും ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള മാവ് തയ്യാറാക്കുകയാണ്. അപ്പം അതിനായിട്ട് 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കപ്പ്, ഈ കപ്പാണ് ഞാൻ അളവ് എടുത്തേക്കുന്നത്. ഈ കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യണം, ഇതിലേക്ക് ഇടണം. ഇതിൻ്റെ കൂടെ നമുക്ക് മുളക് പൊടി ഉപയോഗിക്കണം. എരിവ് ഈ സവോളയ്ക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിനും ഒക്കെ എരിവ് വേണം. അപ്പോൾ അതിന് ഞാൻ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് കായപ്പൊടി വേണം. കായപ്പൊടി ഇത് എണ്ണയിട്ട് പൊരിച്ചെടുക്കുമ്പോൾ വയറിനും ഒന്നും മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ 1/2 സ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം, 1 പിഞ്ച് മതി. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് കട്ട കെട്ടാതെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മുക്കിയെടുക്കത്തക്ക രീതിയിലുള്ള പരുവത്തിന് നമുക്ക് കുറുക്കിയെടുക്കണം. ഉരുളി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവും തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മാവ് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കട്ട കെട്ടാതെ ഈ രീതിയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഈ കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കട്ടിയിൽ എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ബജിയിൽ പിടിച്ച് എണ്ണയിൽ നല്ലതായിട്ട് ഇതായി നമുക്ക് കിട്ടത്തുള്ളൂ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മളങ്ങ് സിമ്മിലിട്ടിട്ട് വേണം പിന്നെ നമ്മൾ ഇത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇടുന്ന മാത്രയിൽ തന്നെ ഇത് കരിഞ്ഞു പോകും. ഈ ആദ്യമായിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങാണ് ബജ്ജിയായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഇച്ചിരി വേവുള്ളത് കൊണ്ട് നമ്മളൊന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. തീ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മാവങ്ങ് കരിഞ്ഞു കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന സാധനം വേവത്തില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ തീ കുറച്ചിട്ട് കൊടുക്കുന്നത്. ബജ്ജി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സിമ്മിലാണ് നമ്മൾ ഫ്ലെയിം ഇടേണ്ടത്. കാരണം പെട്ടെന്ന് മാവങ്ങ് കരിയുകയും ഉള്ളിലുള്ള ഈ ഉരുളൻകിഴങ്ങിന് എളുപ്പം വേവുണ്ട് സവാളയെ അപേക്ഷിച്ച്. അപ്പം അതൊന്ന് വേവാൻ ഒരല്പം സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സിമ്മിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാവിൻ എല്ലാം റെഡിയാക്കി എടുത്തപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയിരുന്നു, ഉപ്പ് ചേർക്കാനും അതേപോലെ തന്നെ സോഡാപ്പൊടി ചേർക്കാനായിട്ട്. ഇത് രണ്ടും, സോഡാപ്പൊടി ഞാൻ 1 പിഞ്ച് സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയതാണ്, അതിപ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ബജ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. ഏകദേശം നമ്മുടെ ഈ ട്രിപ്പും എടുക്കാറായിട്ടുണ്ട്. നമുക്കിതും കോരാറായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഉരുളൻകിഴങ്ങിൻ്റെ പീസ് ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ബജ്ജിയാക്കി എടുക്കാൻ നോക്കാം. നമ്മൾ രണ്ടാമതിട്ട നമ്മുടെ ഉരുളൻകിഴങ്ങ് ബജ്ജി നമുക്ക് കോരിയെടുക്കാം. നല്ല ഫൈനായിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള ബജ്ജിയാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതും സവാള പെട്ടെന്ന് വെന്ത് വരും, അതുകൊണ്ട് തീ കുറച്ചിട്ടാൽ മതി. അതിനും നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അരിഞ്ഞ് വെച്ചേക്കുന്ന എടുത്തിട്ട്
മാവിനകത്ത് മുക്കിയിട്ട് നമുക്ക് അതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. നമ്മുടെ സവാള ബജിയും റെഡിയായിട്ടുണ്ട്, നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കോരിയെടുക്കാം. തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ സവാള അതിൻ്റെ കിഴങ്ങ് ബജിയാണിത്. ഈ ബജിയോടൊപ്പം കൂട്ടിക്കഴിക്കാനായിട്ടൊരു മുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ലൈറ്റ് കട്ടൻ ചായയും ഞാൻ എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി ചായക്കൊപ്പം നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. തന്നെയുമല്ല, നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന പഴകിയ എണ്ണയോ അല്ലെങ്കിൽ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് വിശ്വസിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ബജിയുടെ മാവിനകത്ത് നമുക്ക് മറ്റ് സാധനങ്ങൾ ബജിയായിട്ട് എടുക്കാം. അതായത് കോളിഫ്ലവർ, അതേപോലെ തന്നെ മുട്ട, അതേപോലെ തന്നെ മുളക്. മുളക് ബജി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മാവിനകത്ത് ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം മുളകിന് എരിയായതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പ് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കിയതിന് ശേഷം മുളക് മുക്കി വറുത്ത് കോരിയതിന് ശേഷം വേണം കുറച്ച് മുളക് പൊടി ചേർത്ത് ബാക്കി ഇതേപോലുള്ള ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു മനോഹര വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.